ഇതെന്താ ഇവിടെ എവിടെ കൊണ്ടുവന്ന സ്വാമിയെ? ഇതല്ല, ഇത് ഡെല്ലുല്ലോ. കുറച്ചുകൂടെ ഓപ്ഷൻസ് ആഡ് ചെയ്യണ്ടായിരുന്നു. എന്റെ ഡെല്ലുവിന്റെ ഒരു ദേഹത്ത് കൈവെക്കാൻ നീ ആരാടാ? നീ എന്തിനാ നാക്ക് വെളിയിലിട്ടേക്കുന്നേ? വാസമോനെ, നമുക്ക് ഈ മുറികളൊന്ന് തപ്പണം. ഈ മുറിക്കകത്ത് വാസമോന് വേണ്ട സംഭവം ഒളിച്ചിരിപ്പുണ്ട്. വാ കണ്ടുപിടിക്കാം. ഈ മുറിക്കകത്തോ? നമുക്ക് പറ്റിയ ഹോട്ടലല്ല. വേണ്ട വേണ്ട അണ്ണാ, നമ്മളെ സിഗ്മയല്ലേ അണ്ണാ? എന്താ ഇങ്ങനെ? എന്താ ഇവിടെ എവിടെ കൊണ്ടുവന്ന സ്വാമിയെ? ചന്ദ്രൻ ചന്ദ്രൻ പറ്റിയ ഹോട്ടലിട്ടോ ചന്ദ്രൻ. പോണി അപ്പാപ്പൻ. ഇവിടെ കടപ്പ് തുടങ്ങി, ഇവിടെ വഴി കടപ്പ് ഷേക്കല്ലേ? ഈ ചേച്ചിയെ കണ്ടോ? ഈ ചേച്ചി, ആ ചേച്ചിനൊക്കെ പറ. തിരിച്ചറിയാൻ പറ്റാത്ത കണ്ണു വെച്ച് ഗേൾഫ്രണ്ട് ഹാസ് ബീൻ സ്പോൺഡ്. അണ്ണനെ അടുത്ത് വന്നിരിക്കുന്നത്. എടാ നീ ഒന്ന് പോയടാ. 24 മണിക്കൂർ എന്റെ സാമാനത്തെ തൂങ്ങി തൂങ്ങി നിക്ക്. അവന്റെ വാലന്റൈൻസ് ഡേക്ക് പോലും എന്നെ വെറുതെ വിടത്തിൽ. കുട്ടി അകത്തോട്ട് കയറാൻ ചെറിയൊരു വിസമ്മതം കാണിക്കുന്നുണ്ട്. റൂമില് വരൂലല്ലേ? വാസവന് വണ്ടിയിലൊക്കെ കയറും. വാസവനെ, ആ കുട്ടിയെ നോക്കിയിട്ട് വാസവന്റെ മനസ്സിന്റെ അകത്തുള്ള സങ്കല്പം ഉണ്ടല്ലോ, ഇത്ര മുടി വേണം, ഉള്ള കുട്ടിയായിരിക്കണം, അങ്ങനെ ഒന്ന് റെഡിയാക്കിയ കുട്ടീനെ ഒന്ന്. അപ്പുറത്തെ റൂമിൽ ലോയലാണേ, ലോയലാണേ. കേട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ചാമ്പ്യൻ തുടങ്ങട്ടെ. അല്ല, എന്റെ പോലെ ചാമ്പ്യൻ തുടങ്ങട്ടെ. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. റെക്കോർഡ് ഇതിന്റെ പേഴ്സണൽ റെക്കോർഡാ. ക്ലിയറാണേ. ഇനി അണ്ണ ഇങ്ങോട്ടാ. പോലും വേണ്ട കുട്ടി. അപ്പനെ കുറച്ചുകൂടെ മാറി മാമയാവാനാണ് കേട്ടാ. പറയരുത്. അപ്പാപ്പ ഇവള് വരുന്നില്ല. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ പ്രസ്റ്റീജ് നോക്കുന്നുണ്ട്. അണ്ണാ നമ്മള് മറിഞ്ഞിരിക്കാം. കണ്ണുവെച്ചെന്തൊക്കെയാ കാണിക്കുന്നത്? സംഭവിക്കുന്നത് ആരേലും പറഞ്ഞു തരുമോ? ഇവിടെ ഒന്ന് മാറിക്കോടാ നീയൊക്കെ ഒന്ന്. എന്തൊക്കെയാ സംഭവിക്കണേ? ഇത് അനുസരിക്കുന്നില്ലെങ്കിൽ അകത്ത് നമ്മൾ എടുത്തില്ലേ, അവിടെ പോയി ഇവളെ പറഞ്ഞു വിട്. എന്നിട്ട് ഒന്നും കൂടെ എടുക്ക. അപ്പാപ്പ അവള് കുട്ടി കുട്ടി, ഞാൻ ഇവിടെ തന്നെ നിക്കുവാ. ഓടല്ലേ, അങ്ങനെ പെട്ടെന്ന് ഓടല്ലേ.
അണ്ണൻ ബോട്ടിനെ പ്ലീസ് പ്ലീസ് എനിക്ക് ബിസിയാണ് പ്ലീസ് ഒന്ന് മാറി കൊടുക്കണം വഴി മാറി കൊടുക്കണം ഗേൾ ഫ്രണ്ടിന് ഒന്ന് ഡെല്ലുലു അണ്ണാ, ഈ കുട്ടിയുടെ പേരെന്താ അണ്ണ? ഡെല്ലുലു വാ ഹലോ അണ്ണ വേറൊരു കാര്യം അണ്ണനോട് ചോദിക്കാറുണ്ട് അണ്ണ. ഹലോ ഹലോ ബ്രോ ആ ഹലോ ബ്രോ ഒന്ന് ഇങ്ങോട്ട് വരും ഒരു അർജന്റ് കാര്യം പറയാനുണ്ട് ഒന്ന് ഇങ്ങോട്ട് വരിക വേറെ ആരും വരരുതേ. അടുത്ത slot. വേറെ ആരും വരരുതേ ആ. വാ വാ വാ. എടാ വേറെ ആരും വരലടാ ഒരു മിനിറ്റ് ആ ബ്രോ എന്റെ കൂട്ടത്തിലൊരാള് അവിടെ ദേഷ്യം മാറി നിൽക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കൂ കണ്ടാ ആ അപ്പൊ ഞങ്ങളിങ്ങനെ ആൾക്കാരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരാൾ ആർക്കെ ബ്രോനെ ആർക്കെങ്കിലും പൊക്കാനുണ്ടോ മീൻസ് അയാളുടെ ശരിക്കുള്ള സ്വഭാവം ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും പൊക്കാണ്ടോ നമ്മൾ പൊക്കി തരാം കൂട്ടത്തിൽ ഈ പെണ്ണിനെ കണ്ട ഗുണം മാറുന്ന എനിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും ഡീസന്റാ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം അവിടെ നിൽക്കുന്ന അവിടെ സെറ്റാണല്ലോ എന്താന്ന് വെച്ചാ ബ്രോ ഞാനേ എന്റെ ഗേൾഫ്രണ്ട് പുറത്തുനിന്ന് വന്നാ തായ്ലൻഡിൽ നിന്ന് പുള്ളിക്കാരുടെ കൂടെ ഇന്ന് ഡേറ്റിന് പോവാന്ന് പറഞ്ഞു പോയി ഇതാണ് ഗേൾ ഫ്രണ്ട് ആ അതെ ഇങ്ങനത്തെ കൊറേ ഗേൾ ഫ്രണ്ടിനെ ഇപ്പൊ അവിടെ കാണാണ്ട് ഇതല്ല ഇത് ഡെല്ലുലു ഇത് ഡെലിവലു ഓക്കെ ഞാനിപ്പോ വരാം 2 മിനിറ്റ് ഓക്കെ ശരി ഡെല്ലുലു വരൂ വാസു ഞാനാ വാസു ആ ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തി വിളിക്കുന്നുണ്ട് അങ്ങോട്ട് അവിടെ അവിടെ ചന്ദ്രൻ ഏതോ പെണ്ണിന്റെ കൂടെ വെറുതെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളെ അണ്ണാ എവനെ എന്റെ വൈഫ് വിളിക്കുന്നു അണ്ണനെന്താ കുട്ടിക്കെന്താ പറയണ്ടത് കുട്ടി പറഞ്ഞോ പിടുത്തി പെണ്ണും കൊണ്ട് പോയി വാസുമനെ വിളിച്ച കൊച്ചിതല്ല ആ കൊച്ചു അപ്പുറത്തോട്ടാ പോയെ. അല്ല രണ്ട് വലിയ ഇതാര് ഇത് ഇല്ല ഞാനാണ് ഇതാരാന്ന് തായ്ലൻഡിൽ നിന്ന് വന്നാത്രേ ആ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ചന്ദ്രൻ ബോസ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ പിടിയിൽ വീണിരിക്കുന്നല്ലേ അവനെ ഇതാക്കാൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഒരു കമ്പിന്റെ പുറത്ത് ഒരു പെങ്കൊച്ചിന്റെ ഡ്രസ്സ് എടുത്തിട്ട് അവിടെ വന്നിരുന്ന് ചുമ്മാ സംസാരിച്ചോളൂ അവനൊക്കെ നേരത്തെ എക്സ്പോസ്ഡാ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലായ അതിൽ പ്രത്യേകിച്ച് അതിശയൊന്നും ഇല്ല എനിക്ക് അപ്പനെ കാണാൻ ശരിക്കും വന്നേന്ന് എന്നെ എന്താ പറ്റി ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ വരാം അപ്പാ ഓ പോയിട്ട് വാ. ഡെല്ലിയിലു കുറച്ചുകൂടെ ഓപ്ഷൻസ് ആഡ് ചെയ്യണ്ടായിരുന്നു ആരാ പാടില്ലല്ലോ എത്ര രാവ് വാസുമനെ അപ്പം അപ്പൻ അങ്ങോട്ട് ഇറങ്ങുവാന്ന് അവൻ പോണോ അപ്പൻ പോവാന്ന് വാസുമനെ അവൻ പോയിട്ടോ അപ്പം ഈ വാലന്റൈൻസ് ഡേക്ക് അപ്പൻ വാസുമന് തന്ന വാക്കാണ് വാസുമൻ ഒറ്റയ്ക്കായിരിക്കില്ല എന്ന്. താങ്ക് യു പപ്പ ഡെല്ലിയിലും എന്റെ കൂടെ ഉണ്ട് ഡൽഹിയിലെ വാസുമൻ പൊന്നുപോലെ സൂക്ഷിക്കുക ഉറപ്പായിട്ടും വണ്ടി കയറും
ഉറപ്പായിട്ടും. എല്ലായിടത്തും കേറും. ഹഗ് കിസൊക്കെ വർക്കിംഗ് ആണ്. അഖിൽ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ്. അപ്പൊ കുറച്ചുകൂടെ ഓപ്ഷൻസ് ആഡ് ചെയ്യായിരുന്നു കേട്ടോ, കുറച്ചും കൂടെ ഒക്കെ വേണമായിരുന്നു. ഡെലൂലുവിന്റെ മുഖം എങ്ങനെ കുറച്ചുകൂടെ ഓപ്ഷൻസ് അല്ലേ? നാളെയല്ലേ വാലന്റൈൻസ് ഡേ? നാളെ ഒരു ആൺരൂപം നമുക്ക് സെറ്റ് ആക്കാം. ഡെല്ലുലു വേണ്ട 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 ഡെല്ലുലു വേണ്ട 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 വേറെ അടിച്ച് ഇതാരാ? കാണുന്നില്ലല്ലോ. ഞാനാ പെണ്ണ്. ചാവൂല 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 ഞാൻ അയ്യോ പടി എന്നടിക്കല്ലേ. ഒന്ന് മാറിക്കോ, ഒന്ന് മാറിക്കോ. അത് ചാവൂല ബ്രോ, ചാവൂല ചാവും, ചാവൂല ചാവും. ഡെല്ലുലു ഒന്ന് മാറിക്കോ. ഞാൻ വന്നപ്പോ ചത്തില്ലല്ലോ. ഇപ്പൊ ചത്തേനെ. നമ്മള് കൊറേ നേരമായി സത്യം. അത് ദേഷ്യം വരില്ല ഡെല്ലുലു. വാ, ഇങ്ങനെ ഒരു ഓപ്ഷൻ റിയൽ ലൈഫിൽ ഉണ്ടാവോ ബ്രോ? നാളെ സിംഗിൾ കാണുമ്പോ എന്തൊക്കെ തരം മനുഷ്യന്മാരല്ലേ. അയ്യോ എടാ, നമ്മുടെ വണ്ടി എവിടെടാ പാർക്ക് ചെയ്തേ? വേറെ ലവ് സോങ് എന്ന് പറഞ്ഞാണ് തമിഴ് ലവ് സോങ്സ്. എടാ ഞാൻ മറ്റേ പാല് എന്ത് സ്ഥലം സ്റ്റോപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ഒരു ഗുഹയില. ഗൈസ് എനിക്ക് നാണം വരുന്നത്, ഞാൻ ഫേസ് ക്യാം ഓഫ് ചെയ്യണേ. ഇത് ചാവൂല. അവളുടെയൊക്കെ ബ്ലോക്ക് അല്ലേ? ബ്ലോക്ക് അല്ലടാ, അത് പേര് മാത്രം ബ്ലോക്ക് ആണ്. പ്ലീസ് ഒഴിവാക്ക്, ബോറടിക്കുന്നു. പ്ലീസ് എന്ത് ഒഴിവാക്കാൻ? ഇതാ സൈഡിൽ നിന്ന് നിന്നെ എന്തെങ്കിലും നിന്റെ സ്ഥാനത്ത് ചോണ്ടുന്നോ? അത് അതാ സൈഡിൽ നിൽക്കുമല്ലേ, എന്ത് ഒഴിവാക്കുക ഇത്ര? നിന്നെ ഞോണ്ടറാ അത്. അതെന്തേലും ചെയ്യണം, അതിങ്ങനെ കൂടെ നടന്നോളൂ, ഒന്നും ചെയ്യൂലത്. അത് സംസാരിക്കുന്നൊന്നും ഇല്ലല്ലോ.
അണ്ണാ ഗ്യാങ് വാസി പെണ്ണ് അണ്ണ അവനാരടിച്ചേ അണ്ണ എന്ത് പറ്റി നമ്മൾ ചോദിക്കണ്ട അണ്ണ ആരാണ് വണ്ടി ഇടിച്ചേ അവനെ ഇടിച്ച് മതിൽ കൊല്ലടാ ഇപ്പൊ കൊല്ലാണ് ഇപ്പൊ കൊല്ലും എന്റെ ഡെല്ലുവിന്റെ ഒരു ദേഹത്ത് കൈ വെക്കാൻ നീ ആരാടാ? നല്ല വിഷമമുണ്ട് ഇവനൊക്കെ. ആ പെണ്ണ് വരുന്നില്ലടാ ഇപ്പം. ഇപ്പൊ സിറ്റിയിലെ മറ്റേ ഗേൾ ഫ്രണ്ട് ഇല്ലാത്തവർക്ക് സിറ്റി സൈഡിൽ എന്താണ് ബോബി? അങ്ങനെ പറയല്ല. നീ എന്താ പറഞ്ഞേ ഇപ്പൊ? സിറ്റിയിലെ പെണ്ണില്ലാത്തവന്മാർക്കോ? എനിക്കൊന്ന് പോണം. അണ്ണനില്ലേ അണ്ണന് 12 മണി ആവാറായല്ലേ? സ്നേഹം പുറത്തല്ലടാ, പിന്നെന്താ വാലന്റൈൻസ് ഡേ ധൃതി ഇത്ര പെട്ടത്? അല്ല ഇന്ന് ആരല്ലോ അതൊന്ന് സ്നേഹം ഒന്ന് ഇൻഫോം ചെയ്യണേ ഗൈസ്. 11:50 ആയപ്പോ ചന്ദ്രൻ സിറ്റിന്ന് ഇറങ്ങിയെന്ന് ഇൻഫോം ചെയ്യണേ. കത്തില്ലാണ് അതേ നിൽക്കുന്നില്ല ബാക്കില് കമാൻഡ് കൊടുക്ക്. എടാ 24 മണിക്കൂർ തോളത്ത് വെച്ചോണ്ട് നടക്കണം നീ മിണ്ടല്ലേ? നീ എന്നോട് സംസാരിക്കല്ലേ? വേറെ ആരെങ്കിലും സംസാരിച്ച പ്ലീസ് എന്റെ അടുത്ത്. മുച്ചിറി സിഗ്മയാണോടാ? റിയൽ സിഗ്മ സത്യമായിട്ടും. ഉണ്ടോടാ നിനക്ക് ആ ജട്ടി മോത്തിട്ട് പറയാൻ? ഏബലെ വാടകയ്ക്ക് പെണ്ണുങ്ങളെ എടുത്തോണ്ട് വന്നത് നീ. അത് പൈസക്ക് അത്യാവശ്യം വന്നപ്പോ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തോണ്ട്. മുച്ചിറി നീയാണോടാ റിയൽ സിഗ്മ? ഞാൻ കണ്ടത് റിയൽ സിഗ്മ എന്നെ ഒരു പൊണ്ണ് പ്രൊപ്പോസ് ആക്കി, ഞാൻ അങ്ങ് റിജക്ട് ചെയ്തു. നീ എന്താ ഈ നാക്ക് വെളിയിലിട്ടേക്കുന്നേ? പണിയെടുത്ത ചൂടാ? പണിയെടുത്തിട്ട് ചൂട് എടുത്ത് നാക്ക് വെളിയിലിടുവോ? ആ ഉള്ളില് ഭയങ്കര ചൂട്. സാധാരണ അങ്ങനെ പട്ടി ഇടാറുള്ളേ. പട്ടി പലവിധമുണ്ട്, മനസ്സിലായ? കൊറേ ഒരു പയ്യൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കാണാൻ. ഹലോ ബ്രോ ആണ് ഇപ്പൊ വിളിച്ചേ? എടാ ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ സംസാരിച്ചിട്ട് വരാം. എടാ ഒരു മിനിറ്റ്. വാ കേറി. ബ്രോ പറഞ്ഞോ. ഞാനേ ഫസ്റ്റ് വിളിച്ചിട്ട് പേടിയായിട്ട്. ഇല്ല പേടിക്കൊന്നും വേണ്ട. നമ്മളാരും ഒന്നും ചെയ്യില്ല, പറഞ്ഞു. അതല്ല അണ്ണനോട് സംസാരിക്കാം. ഞാനേ കോലീഡർ എന്ന് പറഞ്ഞത് പണ്ട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ടാണ് ശരിക്കും പേഴ്സണൽ കാര്യം പറയാൻ വന്നേ. ഓ പറഞ്ഞോ. ഞാൻ കുറച്ചൊരു 2 മാസമായിട്ട് നടക്കണുണ്ട് ഇവിടെ അണ്ണന്റെ പിന്നാലെ. ഞാന് നമ്മള് ഗ്യാങ്ങിന്ന് ഇറങ്ങിയിട്ട് കുറച്ചാളായി. അപ്പോ ഇവിടെ പണിയൊന്നും ഇല്ല സിറ്റിയില്. ഞാനാണെങ്കി കുറച്ച് നാളെ അണ്ണന്റെ പിന്നാലെ എനിക്ക് പറ്റുന്നല്ലാണ്. ഞാൻ അണ്ണനെ ഭയങ്കര റോൾ മോഡലായിട്ട് കണ്ടതാണ്. ആരാധകൻ അപ്പുറം റോൾ മോഡൽ. അതായത് അണ്ണനെ പോലെ ആവണം എന്ന് ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഏജിലും ആയിരുന്നപ്പോഴും അതിപ്പോ കഴിഞ്ഞപ്പോഴും. പക്ഷെ എനിക്ക് അണ്ണനെ പറ്റി പഠിക്കണം എന്ന് ഓർത്ത് ഞാൻ കുറച്ച് ആള് അണ്ണൻ ഉള്ളപ്പോഴൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ സൈഡിലും പിന്നിലും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് അണ്ണൻ മറ്റേ ഒരു കുട്ടിയായിട്ട് മറ്റേ ഒരു കടലുള്ള സ്ഥലമല്ല, ഒരു ഫിഷിങ്ങിന്റെ സ്ഥലത്തൊക്കെ പോയപ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിച്ചില്ല. ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ ആണല്ലേ? ഞാൻ കണ്ടില്ല അത്. ഇവിടെ പറഞ്ഞോ. എന്തായാലും ഞാൻ പറ്റില്ല. ഞാൻ വേറെ പറയാൻ വന്ന വെച്ചാൽ എനിക്കൊരു ജോലി തരുമെന്ന് എനിക്ക്. ജോലി തരാൻ നമുക്ക് ഇവിടെ കറന്റ് അങ്ങനെ ജോലി തരാനായിട്ട് ഒന്നും ഇല്ലടാ. നമുക്ക് ഇപ്പൊ സ്ലോട്ട് നമ്മുടെ അത് ഫുള്ളാ. ഗ്യാങ് കയറാനല്ല ആവശ്യമുണ്ടോ? ഞാൻ ഗ്യാങ്ങിന്ന് ഇറങ്ങിയത് തന്നെ എനിക്ക് ഏജിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പണിയാവും ഓർത്തിട്ടാ കോലീഡറായിട്ട്. ഞാൻ അണ്ണനോടെ ചോദിച്ചേ, ഗ്യാങ്ങിന്റെ കാര്യത്തിനല്ല. അതെന്താന്ന് പറഞ്ഞുതരാം. ഒരു സെക്യൂരിറ്റി ജോലി, ഒരു പേഴ്സണൽ സെക്യൂരിറ്റി. അത് മറ്റൊന്നുമല്ല, അതിന് എനിക്ക് അണ്ണനെ പഠിക്കാൻ പറ്റും കുറച്ച്.
ഞാൻ നോക്കട്ടെ. നമുക്ക് ഒരു കോ ലീഡർ ഉണ്ട്, പുള്ളിയുടെ അടുത്തൂടെ എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. ആരാ? ചന്ദ്രനാണോ? ആ ചന്ദ്രൻ. അയ്യോ, എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ഉള്ള വേറൊരു കോ ലീഡർ ഉണ്ടേ നമുക്ക്, ബാബു നമ്പൂതിരി. അയ്യോ ബാബു ശരി. അയ്യോ അണ്ണ എനിക്കറിയാം, ചന്ദ്രനായിട്ടൊക്കെ ഉണ്ടായ ഇഷ്യൂ ഞാനായിരുന്നു നമ്മുടെ സംസാരിച്ചത്. ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഓക്കെ മനസ്സിലായി. ഞാൻ എന്തായാലും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാടാ. ഇപ്പൊ ഗ്യാങ് സ്ലോട്ടിലെ കാര്യം നിനക്ക് അറിയാലോ ഓൾറെഡി. 35 അതുപോലെ ബാലനൊക്കെ ഇപ്പൊ മാമനൊക്കെ ഇപ്പൊ ആക്റ്റീവ് ആണ്. മാമനെയൊക്കെ തിരിച്ചെടുത്തിടാൻ വേണ്ടിട്ട് ഒരാളെ മാറ്റേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയാ. അയ്യോ അല്ല അണ്ണ, ഞാൻ ഗ്യാങ് ഞാൻ ചുമ്മാ പറഞ്ഞ കേസ്, ഞാൻ അല്ലാതെ ഇവരുടെ ചുമ്മാ ചന്ദ്രനെ താക്കാൻ പറഞ്ഞ. അങ്ങനെയല്ല, ഈ ഗ്യാങ്ങിൽ ഇപ്പൊ കേറിയാലും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇനി മറ്റേ സെറ്റപ്പ് വല്ലതും ആണോ? ആ സാധനമാണോ നീ? അയ്യോ അല്ലല്ല, പരിപാടിയല്ല. എനിക്ക് അണ്ണനോട് മാത്രമേ അന്നോട് മാത്രമോ? എന്ത് ജോലി ചോദിച്ചു വന്നതാടാ. നമ്മൾ അണ്ണനെ വെറുതെ തെറ്റ് ഡ്രസ്സൊക്കെ മാറിയല്ലേ? എനിക്ക് മനസ്സിലായില്ലല്ലോടാ. ഞാനൊന്ന് നീ ഇവന്റെ കൂടെ വന്നായിരിക്കും. നിന്റെ ലുക്കൊക്കെ മാറിയല്ലോ, കണ്ണാടിയൊക്കെ വെച്ച്. ഇതെന്താ? ലൈഫ് ഈസ് ലൈക്ക് റൈഡിങ് എ ബൈസൈക്കിൾ. ടു കീപ് യുവർ ബാലൻസ് യു മസ്റ്റ് കീപ് മൂവിങ്. ഓ, വാലന്റൈൻസ് ഡേ ഒന്ന് മോട്ടിവേഷൻ ആയിട്ട് വന്നേക്കണ നീ. പെണ്ണില്ലല്ലോ അണ്ണേ. ആ എടാ, നീ കള്ളനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അണ്ണ ഞാനല്ല മന്ദാരോ. നീ എന്റെ അടുത്ത് വരുമ്പോ മാത്രം നീ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് നീ രാത്രി മുതുക്കിക്കൂടെ ഓരോ അവളുമാരെയും കൊണ്ട് നടക്കുന്നതാണ് എന്റെ അടുത്ത്. അണ്ണ ചുമ്മാ അണ്ണ, ഞാനില്ല അണ്ണ. ഇവിടെ സിറ്റി പെണ്ണിന്റെ കൂടെ നടക്കാത്ത ഒരേ ഒരാള് ഞാനാണ് ഉള്ള. നമ്മുടെ ഗ്യാങ്ങിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് LX2 ആനിമൽ മോളസ്റ്റർ. LX2 എന്റെ അവന് മൃഗങ്ങളെയാണ് ഇഷ്ടം. അവൻ ആനിമൽ മോളസ്റ്റർ ആണ്. കേസ് വരും ഉറപ്പാണ്. പന്നി അപ്പൊ ഞാൻ എന്തേലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം കേട്ടാ. അയ്യോ എനിക്ക് എന്താ പരിപാടി? കുറച്ച് ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ? ഗ്ലാസിന് ഒരു കുറവുണ്ട്. ഗ്ലാസ് പിന്നെ ഗ്ലാസ് അവിടെ മുമ്പേ മറ്റേ ഇതുണ്ട്. മുമ്പേ അവിടെ ഒരടി കിട്ടിയപ്പോ പോയതാ. പെൺപിള്ളേരൊന്നും കണ്ടില്ലേ? ആരും ഇല്ലടാ, എല്ലാരും സിറ്റിയില് ഭയങ്കര കാട്ടിലും മേട്ടിലും എല്ലാം പോയിരുന്നു പുതിയ സംസാരിക്കുക. സ്ഥലമൊക്കെ കണ്ടോണ്ണ? പുതിയ സ്ഥലമൊക്കെ വാലന്റൈൻസ് സ്പെഷ്യൽ പുതിയ സ്ഥലം. നീ റൗണ്ട് ഗ്ലാസ് എവിടുന്ന് വെച്ചറാ ഇത്? അണ്ണ ഇത് മാസ്കിലുള്ളതാ. മാസ്കില് നമുക്കിടാം. അണ്ണന് ഇതാ ചേരാണ്. അതാ ഇത് വലുതാ, പക്ഷെ മറ്റേതിലും വലുതാ. ഇല്ല കുഴപ്പമില്ല. എടാ ഞാൻ ഇന്ന് ഞാൻ അധികം നേരം ഉണ്ടാവില്ല, ഞാൻ ഇറങ്ങുക. നാളെ പോവല്ലേ? നാളെ മലയ്ക്ക് പോകണം. അമ്മ രാവിലെ ഡിസ്ചാർജാ. മാമനുണ്ടല്ലേ ആശ്വാമൻ? ആശ്വാമൻ വരും. നാളെ വരും. എത്ര മണിക്ക് മല? രാത്രിയിലെ പോത്തുള്ളൂ കോശ്. വീട്ടിൽ നിന്ന് ഒരു 10 o'clock ഒക്കെ ആകുമ്പോ ഇറങ്ങും. അണ്ണ ഇവിടെ പെൺപിള്ളേര് ഒരു പാർട്ടി ഉണ്ട് അണ്ണ, നമുക്ക് ബൗൺസേഴ്സ് ആയിട്ട് പോണം. അണ്ണ ഞാൻ ബൗൺസേഴ്സ് ആയിട്ടാ? മനസ്സിലായില്ല. അവർക്ക് അണ്ണ ഇത്തിരി പ്രൊട്ടക്ഷൻ വേണം. നമ്മളായിട്ടുള്ളതല്ലേ ഇവിടത്തെ പെൺപിള്ളേർക്ക് നല്ലൊരു ആൾക്കാരായിട്ട്. സിംഗിൾസിന് മാത്രമേ ഉള്ളൂ. ഒരു 8-9 പെൺപിള്ളേര് കാണും. നിങ്ങൾ പോയിട്ടോ? കുഴപ്പമില്ല.